മെറ്റീരിയൽ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, ക്വാളിറ്റി ഉണ്ട്. പക്ഷെ ഈ ക്വാളിറ്റി അറിയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. പല PPF എന്താണ്, TP എന്താണ്, TPH എന്താണ് എല്ലാവരൊക്കെ പഠിച്ചിട്ടുണ്ട്, പല വീഡിയോസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇൻഡസ്ട്രിയിൽ മെയിനായിട്ട് വരുന്ന നമുക്ക് ആവശ്യമില്ല, നമ്മുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമില്ല PVC, അതായത് പോളിവിനൈൽ ക്ലോറൈഡ്. ഈ ഒരു റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മൾ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അതായത് റാപ്പിങ്ങിനായാലും PPF-നായാലും വിൻഡോ ടിൻറ്റിങ്ങിനായാലും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെല്ലാം എന്തുണ്ട്, ഇതിനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഭാഗം, അതിനാണ് അഡസീവ് വിനൈൽ എന്ന് പറയാം. അഡസീവ് വിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ എന്തുണ്ട്, ഒരു ക്യാപ് ഷീറ്റും അതുപോലെ തന്നെ അത് ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഗം അതിലുണ്ടാവും. അപ്പോൾ അതിന് 3 ലെയർ ഉണ്ടാവാറുണ്ട്. സാധാരണ ഇതിന്റെ ഫ്രണ്ടിൽ ഒരു ലെയർ, അത് പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് കാണാം. പിന്നെ നമ്മൾ എന്താണോ സർഫസിൽ ഒട്ടിക്കേണ്ടത് ആ ഒരു PVC ആയിട്ടുള്ള മെറ്റീരിയൽസ്, പിന്നെ അതിനുശേഷം വരുന്ന ഗമ്മ്, അതിന്റെ ബാക്കിൽ എന്ത് വരുന്നുണ്ട്, ഇതിന്റെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷീറ്റും കൂടി അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ അഡസീവ് വിനൈലാണ് നമ്മൾ നോർമലി അവിടെ യൂസ് ചെയ്യണത്. നമ്മളെ ഈ ഇൻഡസ്ട്രിയിൽ ഈ ഒരു PVC ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യണത്. ഓക്കെ, ഇനി നമ്മൾ ഈ റാപ്പിങ്ങിന്റെ ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാപ്പിംഗ് എങ്ങനെയാണ് ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നത്. ഇവിടെ 2 രീതിയിലാണ് റാപ്പിംഗ് മെറ്റീരിയലിനെ നമുക്ക് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്നത്. ഒന്ന് കലണ്ടേഡ് വിനൈലും, 2 കാസ്റ്റ് വിനൈലാണ്. കലണ്ടേഡ് വിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലണ്ടേഡ് സിലിണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ, സിമ്പിൾ ആണ്. നമ്മൾ ഒരു ഉണ്ട പോലെ ഇതിനെ മാവ് പോലെ ആക്കി, അതായത് നമ്മളൊരു മെറ്റീരിയൽസിനെ എന്താക്കണം, അവർ പരത്താനുള്ള സാധനത്തിനെ ആ ഒരു റോ മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ട് ഉണ്ട പോലെ ആക്കണം. നമ്മൾ ചപ്പാത്തിയുടെ ഉണ്ടൊക്കെ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇതിങ്ങനെ പരന്ന് ഇതൊരു ഷീറ്റ് പോലെ ആവും. ഇതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. ഈ കലണ്ടേഡ് ആയിട്ടുള്ള സിലിണ്ടേഴ്സിൽ, കലണ്ടേഡ് സിലിണ്ടർ എന്ന് പറയാം, അതിൽ കൂടെ നമ്മളിങ്ങനെ കടത്തി വിട്ട് കഴിയുമ്പോൾ അവസാനം ഇതെന്താണ്, പരന്ന് ഒരു ഷീറ്റായിട്ട് നമുക്ക് കയ്യിൽ കിട്ടും. ഇതിനൊരു ചെറിയ റൂം മതി. പക്ഷെ ഇതിന്റെ ഒരു കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പോൾ ഇതാണ് ഇൻഡസ്ട്രിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നമ്മളിന്നൊരു മെറ്റീരിയൽ വാങ്ങാൻ പോകുന്ന ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഇതിനെ എങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ ക്വാളിറ്റി തന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല, കാസ്റ്റ് വിനൈൽ. കാസ്റ്റ് വിനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന പ്രോസസ്സ് വളരെ വ്യത്യാസമാണ്. ഒരു ലാർജ് ആയിട്ടുള്ള ഒരു ഏരിയ വേണം ഇതിന്റെ ഒരു ഫാക്ടറിക്ക്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡൈ ഷീറ്റിൽ കൂടിയ കാസ്റ്റ്, നമ്മൾ അതിന്റെ മെറ്റീരിയൽസ് എല്ലാം ഇൻഗ്രീഡിയൻസ് ചേർത്ത് ചൂടാക്കിയിട്ടാണ് ഇത് കടത്തി വിടുന്നത്. അങ്ങനെ ഫൈനൽ എന്താണ്, അത് ഷീറ്റായിട്ട് മാറും. അപ്പോൾ എന്താണ് കാസ്റ്റ് വിനൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്താണ്, ഓൾറെഡി നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കിട്ടുന്നു, സ്ട്രക്ചർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ എവിടെയാണ് കാസ്റ്റ് വിനൈൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കർവ്ഡ് ഏരിയ, കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസിൽ, അതുപോലെ തന്നെ കാറിന് നമ്മൾ റാപ്പ് ചെയ്യുന്നിടത്ത് കർവ്ഡ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ കൂടുതലും ലോങ് ആയിട്ടുള്ള ലൈഫിലൊക്കെ നമുക്ക് മാറണമെങ്കിൽ, നല്ല ക്വാളിറ്റിയിലെ മെറ്റീരിയൽ കിട്ടണമെങ്കിൽ കാസ്റ്റ് വിനൈൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. ഇനി കലണ്ടേഡിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, മോണോമെറിക്കും പോളിമെറിക്കും എന്ന് പറയും. മോണോ ലെയറും പോളി ലെയറും, അതായത് മോണോമെറിക്കും പോളിമെറിക്കും എന്ന് പറയുന്നത്. മോണോമെറിക് എന്ന് പറയുന്നത് സിമ്പിൾ, ജസ്റ്റ് ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇതിന്റെ കീറി കഴിഞ്ഞാൽ പെട്ടെന്ന് കീറി വരും. അതേപോലെ തന്നെ ഇതിന്റെ ഭാഗങ്ങൾ പെട്ടെന്ന് നമുക്ക് കീറിയെടുക്കാൻ പറ്റും. അതായത് ഇതിപ്പോ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കീറി വരും. ഇതേപോലെ അല്ല നമ്മളെ കാസ്റ്റ് വിനൈൽ വരിക. ആദ്യം നിങ്ങൾ കാണിച്ചു മതി. ഇതിൽ തന്നെ പോളിമെറിക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ കൊണ്ടുവന്ന സാധനമാണ് പോളിമെറിക് മെറ്റീരിയൽസ്. ഈ പോളിമെറിക് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ നോർമൽ ഒരു ബോക്സ് വരച്ച്, റെക്ടാങ്കിൾ വരച്ച് 4 പോയിന്റിലാണ് റെക്ടാങ്കിൾ ഒരേ പോയിന്റ് ഉള്ളൂ. ആ പോയിന്റ് ആയിട്ടുള്ള സംഭവമാണ് ശരിക്കും ഞാൻ പറഞ്ഞ മോണോമെറിക്. ഇനി പോളിമെറിക് എന്ന് പറയുമ്പോൾ ആ റെക്ടാങ്കിളിൽ തന്നെ ഞാൻ ഓരോ ലൈനിലും പല കുത്തുകൾ ഇടുന്നു. അതേപോലെ തന്നെ ഈച്ച് ആൻഡ് ലൈന് റോയില് നമ്മൾ ഓരോ കുത്തുകളും കോളങ്ങളായിട്ട് തിരിക്കണം. ഇങ്ങനെ തിരിക്കുമ്പോൾ അതിന്റെ സ്ട്രക്ചറബിലിറ്റി കൂടുകയും അതിനെ ഫ്ലെക്സ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിയും വ്യത്യാസം വരും അപ്ലിക്കേഷൻ. അപ്പം കാസ്റ്റ് വിനൈൽ ആണോ അല്ല എന്ന കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കലണ്ടറിന്റെ പോളിമെറിക്. അതായത് കൂടുതൽ യൂസ് ചെയ്യുന്ന സൈൻ ബോർഡ്, വണ്ടിയുടെ ഗ്രാഫിക്സ് വർക്ക് കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ലോങ് ലൈഫ് അല്ല, പെട്ടെന്ന് നമുക്ക് പറിച്ച് കളയണം, 1-2 മാസം, 1 വീക്ക്, കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ട വർക്കുകളൊക്കെ ആണെങ്കിൽ ഇസ് ഗുഡ്. ഏതാണ് പോളിമെറിക്. മോണോമെറിക് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് സൈൻ ബോർഡ് വർക്ക്, ജസ്റ്റ് സ്റ്റിക്കർ വർക്ക്, ഔട്ട് സൈഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മോണോമെറിക് നമുക്ക് ബീഡിംഗ് എന്നൊക്കെ പറയും. ആ ബീഡിംഗ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്,
മോണോമെറിക് ആയിട്ട് മെറ്റീരിയൽ. അപ്പൊ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങൾ റാപ്പിംഗ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മോണോമെറിക് ആണോ പോളിമെറിക് ആണോ നോക്കണം, കാസ്റ്റ് വിനൈൽ ആണോ നോക്കണം. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ്, ഡ്യൂറബിലിറ്റി വേണോ, കസ്റ്റമർ എന്താണോ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഏത് തരത്തിലുള്ള പേയ്മെന്റ് ആണോ സ്വീകരിച്ചത്, അതിനനുസരിച്ച് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം. അപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ നേരെ PPF വന്നു കഴിഞ്ഞാൽ PPF നിങ്ങൾ എല്ലാവരും കേട്ട പോലെ തന്നെ TPH ഉണ്ട്, TPO ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ TPH ആണ് ലോ ഗ്രേഡ്, TPU ആണ് ഹൈ ഗ്രേഡ്. അപ്പൊ ഹൈ ഗ്രേഡിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മോണോമെറിക്കും പോളിമെറിക്കും എന്ന് പറഞ്ഞ പോലെ TPOയില് ആലിഫാറ്റിക്കും ആരോമാറ്റിക്. അപ്പൊ ഇത് രണ്ടിലും അലിഫാറ്റിക് ആണ് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ബേസിക് പഠിച്ചേക്കണമെന്നുള്ളൂ എന്തൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ. അപ്പൊ അതിന്റെ ബേസ് ആണ് ഞാനിന്ന് പറഞ്ഞത് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇതിന്റെ ഒരു അളവ് പറയാനുണ്ട് മൈക്രോൺസിൽ. അപ്പൊ ഈ മൈക്രോൺസിൽ പറയുമ്പോൾ മിൽസിലും പറയാനുണ്ട്. മൈക്രോൺസ്, മിൽസ്, നമ്മൾ കിലോഗ്രാം, പൗണ്ട്, അതുപോലെ കിലോമീറ്റർ, മൈൽസ് എന്നൊക്കെ പറയുന്ന പോലെ മൈൽസ് എന്ന് പറയുന്ന പോലെ മിൽസും മൈക്രോൺസും. അത് ഏകദേശം 25 മൈക്രോൺസ് ആണ് ഒരു മിൽസ്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണെങ്കിൽ ചിലപ്പോൾ മിൽസിലാണ് എഴുതിയിട്ടുണ്ടാവും. സാധാരണ നമുക്കൊരു 150 മൈക്രോൺസ് മുതൽ അപ് ടു 250 ഉള്ളിൽ വരുന്ന മൈക്രോൺസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ചിലതിൽ 250 മൈക്രോൺസ്, 150 മൈക്രോൺസ്, 150 മൈക്രോൺസ് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ചിലതിൽ മിൽസ് എന്നാണ് എഴുതിയിട്ടുണ്ടാവും, 4, 6, 8, 10 മിൽസ് എന്നൊക്കെ. അവിടെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കേണ്ട ആവശ്യമല്ല. ഒരു മിൽസ് അതായത് 25 മൈക്രോൺസ് ആണ് അതിന്റെ ഈക്വലേഷൻ ആയിട്ട് വരിക. അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ക്വാളിറ്റി ലെവലായിട്ട് സാധനങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മളെ ഈ ഒരു PVC മെറ്റീരിയൽസ്, അതായത് നമ്മൾ ഈ പർച്ചേസ് ചെയ്യാൻ പോകുന്ന റാപ്പിംഗ് ആയിക്കോട്ടെ PPF ആയിക്കോട്ടെ, ഇതിൽ രണ്ടിലും ഒരു നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, അതേപോലെ തന്നെ ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ മാറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ട്. ഇപ്പൊ മാറ്റ് ആയിട്ടുള്ള വണ്ടികൾക്ക് മാറ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഗ്ലോസി ഉള്ളത് ഗ്ലോസി, ഹൈ ഗ്ലോസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ടെക്സ്റ്റൈഡ് എന്ന് പറയുമ്പോൾ മിലിറ്ററി മോഡല് പല രീതിയിലുള്ള ഗ്രാഫിക്സ് ഒക്കെ കയറ്റിയിട്ടുള്ളതാണ് ടെക്സ്റ്റൈഡ്. ഇത് നമുക്ക് റാപ്പിംഗ് മെറ്റീരിയലിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ കാണാൻ പറ്റും 3 ടൈപ്പ് ഓഫ് ആയിട്ടുള്ളത്, ഹൈ ഗ്ലോസും, മാറ്റ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള. ഇനി നമ്മളിപ്പോൾ PPFന്റെ ലേറ്റസ്റ്റിലേക്ക് വരികയാണെങ്കിൽ കളേർഡ് PPF ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു കളേർഡ് PPF ആണ്. അതേപോലെ തന്നെ മാറ്റ് PPF ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോസ് PPF, നമ്മൾ സാധാരണ കാണുമ്പോൾ തന്നെ ഗ്ലോസ് PPFും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ആൻഡ് ഫോളോ.